ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. ഇന്ന് യെശയ്യാ-പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടുകൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ്റെ ആലോചനകൾ, അവൻ നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ, അവൻ അത്ഭുതകരമായി പണ്ടേ തന്നെ അത് ചെയ്തിരിക്കുന്നു. നമ്മൾ അത് വിശ്വസിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതകരമായി പണ്ടേയുള്ള ആലോചനകൾ വിശ്വസ്തയോടെ സത്യത്തോടുകൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. അതിൻ്റെ യെശയ്യാവ് അതിൻ്റെ 26-9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയോടെ പഠിക്കും. ദുഷ്ടനോട് കൃപ കാണിച്ചാലും അവൻ നീതിയെ പഠിക്കുകയില്ല. നേരുള്ള ദേശത്ത് അവൻ ന്യായം പ്രവർത്തിക്കും. അവൻ നീതി പഠിക്കുകയില്ല, നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും. യഹോവയുടെ മഹത്വം അവൻ കാണുകയില്ല. യഹോവേ, നിൻ്റെ കൈ ഉയർത്തിയിരിക്കുന്നു, അവരോട് കാണിക്കുന്നില്ല എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിൻ്റെ തീക്ഷ്ണത അവർ കണ്ട് ലജ്ജിക്കും. നിൻ്റെ ശത്രുക്കൾ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ആലോചനകൾ അത് വലുതാണ്. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടുകൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആലോചന, പദ്ധതികൾ, പ്ലാൻ അവൻ പണ്ടേ തന്നെ ഒരുക്കിയിരിക്കുന്ന ദൈവമാണ്. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. റീഖ ബാന ഷന്ത റൂബ നാജ റീഖ നീഖ ധീന ഹന്ത. കഥാവെ, അനേകർ ഭാരത്തോടെ ഇരിക്കുന്നവർ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബ ഭാരത്ത രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലിനെ, സൗഖ്യത്തെയും കൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവിടുത്തെ അത്ഭുതകരം അതിൻ്റെ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടുകൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ
കാക്കുന്ന ഉറപ്പുള്ള പട്ടണത്തെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ നമുക്ക് വേണ്ടി ആലോചനകളെ നൽകുന്ന ദൈവം. അതും നമുക്ക് വേണ്ടി അവൻ വിശ്വസ്തയോടെ ഒരുക്കുന്ന ദൈവം. നമുക്ക് നല്ല ആലോചന നൽകുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ മധ്യയിൽ കടന്നു പോകുമ്പോൾ, നിരാശയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ആലോചന നൽകുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 33 അതിന് 14-15 വാക്യങ്ങൾ. അവൻ തൻ്റെ വാസസ്ഥലത്തു നിന്നും സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്ന ദൈവം, അവൻ നല്ല ആലോചന നൽകുന്ന വിശ്വസ്തനായ ദൈവമാണ്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, പ്രയാസമായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്ത അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ബിസിനസ് തകർച്ചയായിരിക്കാം, കുഞ്ഞുങ്ങളില്ലാത്ത ഭാരമായിരിക്കാം, അതുപോലെ തന്നെ ഒരു ജോലി ചെയ്തു എന്നാൽ അതിൽ അകപ്പെട്ട ആലോചനയായിരിക്കാം. പല രീതിയിലെ വിചാരപ്പെടുന്ന ചിന്തനയിൽ ആകുലപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിനക്കായി നല്ല ചിന്തനകളെ നിനക്കായി അവൻ ഒരുക്കിയിരിക്കുന്ന ദൈവമാണ്. നിനക്കായി അവൻ കരുതുന്ന ദൈവമാണ്. നിൻ്റെ എല്ലാ വിഷയങ്ങളെയും അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും, ഏത് കഷ്ടതയുടെ മധ്യയിലൂടെ കടന്നു പോയാലും, യേശുവേ, കർത്താവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. നമ്മുടെ വിചാരങ്ങൾ കഷ്ടതയുടെ വിചാരങ്ങളായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, നിരാശയായിരിക്കാം. ഏതവസ്ഥയിലായാലും യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, കർത്താവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ ഈ വിഷയത്തിൽ നിന്നും അവിടുത്തെ നാമത്താൽ, അവിടുത്തെ കൃപയാൽ ഞാൻ ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നീ നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതകരമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടു കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. അപ്പം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന അത് സത്യത്തോടെ അനുഷ്ഠിക്കുന്ന ദൈവമാണ്. നമ്മൾ ആകുലപ്പെടുന്ന വിചാരങ്ങൾ, ആലോചനകൾ അത് സത്യത്തോടെ നിവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് വലുതാണ്. അത്ര വലുതായ ആ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കുവാൻ, ഒന്ന് ആരാധിക്കുവാൻ, ഒന്ന് സേവിക്കുവാൻ, നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ ഏതു കഷ്ടതയുടെ മധ്യയിലൂടെ കടന്നുപോയാലും അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. നീ കഷ്ടതയുടെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ പല രീതിയിൽ നീ ആലോചിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, നിന്നെ തന്നെ ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കുവാൻ സാധിച്ചാൽ നിത്യമായി നിൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരാതെ അത് സത്യമായി അനുഷ്ഠിക്കുന്ന, സത്യമായി ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ വാസസ്ഥലത്ത് സകല ഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്ന ദൈവം, അവൻ തൻ്റെ വാസസ്ഥലത്ത് നിന്നും
സകല ഭൂവാസികളെയും നോക്കുന്നു. അപ്പം നമ്മെ മുഴുവനും നോക്കുന്ന, നമ്മെ മുഴുവനും ശോധന ചെയ്യുന്ന, നമ്മുടെ ഹൃദയങ്ങളുടെ നിരപ്പുകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ എല്ലാം അറിയുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വേളയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കാണുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വിചാരപ്പെടുന്ന, ആകുലപ്പെടുന്ന, ആലോചനയിൽ, അതെ, എന്തൊക്കെ വിഷയത്തിൽ ആലോചിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിങ്ങൾക്കായി ചില പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. കാരണം അവൻ വിശ്വസ്തനാണ്. നമ്മൾ പലരും വിശ്വസ്തരല്ല, എന്നാൽ നാം സേവിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനാണ്. ഇന്ന് അനേക വിഷയത്തിൻ്റെ മേൽ ആലോചനപ്പെടുന്ന, ഭാരപ്പെടുന്ന, എങ്ങനെ ഇത് മുന്നോട്ട് പോകുവാൻ സാധിക്കും, എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് ആലോചനപ്പെടുന്ന ചില കുടുംബ മണ്ഡലങ്ങളെ സ്വർഗം ഇന്ന് ആ വിശ്വസ്തയോടെ അവൻ പരിപാലിക്കുകയാണ്. അവൻ വിശ്വസ്തയോടെ അതിനെ രക്ഷിക്കുന്ന ആ യഹോവയുടെ കരത്തെ കാണുവാൻ സാധിക്കും. നീ വിശ്വസിച്ച, നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, നീ ആലോചിക്കുന്ന ചില ആലോചനകന്മേൽ അവൻ വിശ്വസ്തയോടെ സത്യത്തോടുകൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. അവൻ സത്യത്തോടെ അത് ചെയ്തിരിക്കുകയാണ്. നീ കരയുന്ന ചില വിഷയത്തിൻ്റെ മേൽ, നീ ആലോചിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, നീ പ്രയാസപ്പെടുന്ന ചില ആലോചന വിഷയത്തിൻ്റെ മേൽ സ്വർഗം നിനക്ക് വഴികളെ തുറന്നിരിക്കുകയാണ്. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. നീ എൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതകരമായി പണ്ടേയുള്ള ആലോചനകളോടെ വിശ്വസ്തയോടെ സത്യത്തോടെ അനുഷ്ഠിച്ചിരിക്കുന്നു. നിൻ്റെ നാമത്തെ സ്തുതിക്കും. അവൻ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ സ്തുതിക്കുന്നവരായി മാറണം. നമ്മുടെ ആലോചനകൾ, ഭാരങ്ങൾ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ വഴി നടത്തും. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, അതേ, നമ്മുടെ ആലോചനകളെ വിശ്വസ്തയോടെ സത്യത്തോടുകൂടെ അത് അനുഷ്ഠിക്കുന്ന, അത് ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള ചില ആലോചനകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അത് വിശ്വസ്തയോടെ, അത് ദൈവഹിതത്തോടെ ചെയ്തു നൽകുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനമുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, നന്ദിയോടെ കടന്നു വരുന്നു. താവേ, കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. പാതാള ഗോപുരങ്ങൾ തകരട്ടെ. കർത്താവെ, അനേക കുടുംബങ്ങൾ നിലവിളിക്കുന്ന അനുഭവമുണ്ട്. അതിൻ്റെ മേലെല്ലാം കർത്താവ് വാതിലുകളെ, വഴികളെ തുറന്നതിനായി സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കട്ടെ. കുടുംബങ്ങളിലുള്ള ശാപങ്ങൾ, രോഗാവസ്ഥകൾ, കടഭാരാവസ്ഥകൾ എല്ലാം യേശുവിൻ നാമത്തിൽ കേൾക്കുന്ന വ്യക്തിയിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാബ ലാന്തോ റാഞ്ച നീഖ ധാര. കർത്താവേ, നീ ഞങ്ങളുടെ ആലോചനകളെ അറിഞ്ഞ് നീ സത്യത്തോടെ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ്. നീ അവിടുന്ന് വഴി നടത്തുന്ന ദൈവമാണ്. അത് നീ വഴിയും സത്യവും ജീവനുമായ ദൈവമാണ്. ഞങ്ങളുടെ ആലോചനകളെ നീ സത്യമായി വിശ്വസ്തയോടെ അത് അനുഷ്ഠിച്ച് ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ദൈവമാണ്. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കേട്ട വചനം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. കേട്ട ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.